കോഴിക്കോട് നഗരത്തിൽ വൻ മയക്കുമരുന്ന് വേട്ട 254 ഗ്രാം MDMA-യുമായി കണ്ണൂർ മാധമംഗലം സ്വദേശി മുഹമ്മദ് ഷഫീഫിനെ പോലീസ് പിടികൂടി. നടക്കാവ് പോലീസും ഡാൻസാഫും ചേർന്നാണ് മയക്കുമരുന്ന് പിടികൂടിയത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ചുള്ള ഡാൻസാഫിന്റെ MDMA വേട്ട രണ്ടാം ദിനവും തുടരുകയാണ്. ഇന്നലെ 30 ഗ്രാം MDMA ആണ് കുന്നമംഗലത്ത് നിന്നും പിടികൂടിയത്. ഇന്നിപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിന്നും 254 ഗ്രാം MDMA ആണ് ഡാൻസാഫും നടക്കാവ് പോലീസും ചേർന്ന് പിടികൂടിയിട്ടുള്ളത്. കണ്ണൂർ മാധമംഗലം സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഷെഫീഖാണ് സംഭവവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. ഇയാൾ ബംഗളൂരിൽ നിന്നുമാണ് കോഴിക്കോടേക്ക് MDMA എത്തിച്ചത്. അവിടെ ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. ഓരോ തവണയും ബംഗളൂരിൽ നിന്നും കോഴിക്കോടേക്ക് എത്തുമ്പോൾ നിശ്ചിത അളവിൽ MDMA എത്തിക്കുന്നുവെന്ന് ഡാൻസാഫിന് വിവരം ലഭിച്ചിരുന്നു. ഏറെക്കാലമായി ഇയാൾ നിരീക്ഷണത്തിലുമായിരുന്നു. ഇന്ന് ടൂറിസ്റ്റ് ബസ് ഇറങ്ങിയ ശേഷം നടന്നു പോകുന്നതിനിടെയാണ് ഡാൻസാഫും നടക്കാവ് പോലീസും ചേർന്ന് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഒളിപ്പിച്ച നിലയിൽ 254 ഗ്രാം MDMA പിടികൂടിയിട്ടുള്ളത്. ആർക്ക് വേണ്ടിയാണ് MDMA എത്തിച്ചത് എന്ന അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇടനിലക്കാരനാണ്. ഓരോ തവണയും എത്തിക്കുമ്പോൾ നിശ്ചിത തുക ഇയാൾക്ക് കമ്മീഷൻ വ്യവസ്ഥ ലഭിക്കുന്നു എന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കൂടുതൽ അന്വേഷണത്തിൽ ആർക്ക് വേണ്ടിയാണ് എത്തിച്ചതെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരും. അനുജ, കോഴിക്കോട് നഗരത്തിൽ നിന്നാണ് 254 ഗ്രാം MDMA-യുമായി കണ്ണൂർ മാധമംഗലം സ്വദേശി മുഹമ്മദ് ഷഫീഫ് പിടിയിലായത്. നടക്കാവ് പോലീസും ഡാൻസാഫും ചേർന്നാണ് ഈ മയക്കുമരുന്ന് പിടികൂടിയത്. ആർക്കു വേണ്ടിയാണ് എത്തിച്ചത് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ അല്പസമയത്തിനകം അറിയാൻ കഴിയും.